സോ വാട്ട് യു പുട്ട് ഔട്ട് ഇസ് വാട്ട് യു ഗെറ്റ് ബാക്ക്. ഇറ്റ്സ് ദ ലോ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ എന്താണോ പുറത്തേക്ക് വൈബ്രേഷൻ ആയിട്ട് കൊടുക്കുന്നത് അതായിരിക്കും നമ്മൾ തിരിച്ചും റിസീവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഫോർ ഇൻസ്റ്റൻസ് ഇപ്പോൾ നിങ്ങൾ ഒരു ഗോള് ഫിക്സ് ചെയ്തെന്ന് വിചാരിക്കാം. നിങ്ങൾ ഒരു ഗോള് ഫിക്സ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഗോളിലേക്കാണ് നിങ്ങൾക്ക് എത്തേണ്ടത്. പക്ഷേ നിങ്ങൾ പറയാണ് ഓഫ് നടക്കുമെന്ന് തോന്നില്ലടാ, ടഫായിരിക്കും. ഓക്കെ, ഈ ജേർണി എന്ന് പറയുന്നത് കല്ലും മുള്ളും നിറഞ്ഞതായിരിക്കും. നമുക്ക് അവിടെ എത്തിപ്പെടുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ഗോണ ബി ഈസി ബിക്കോസ് അത് ഭയങ്കര വലിയൊരു ഡ്രീമാണ് എന്നാണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഇൻ ദാറ്റ് കേസ് എന്ത് പറ്റുന്നറിയാവോ, യൂണിവേഴ്സ് ഓൾവേസ് ലിസൺ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഇത് നമ്മുടെ കൺവീനിയൻസിന് വേണ്ടി നമ്മുടെ കോമൺ മാനിന് മനസ്സിലാവുന്ന ഒരു ലാംഗ്വേജ് പറയുന്നത് യൂണിവേഴ്സ് കേൾക്കും, യൂണിവേഴ്സ് അത് തന്നെ റെസിപ്രൊക്കേറ്റ് ചെയ്യുമെന്നുള്ളത്. ആക്ച്വലി ഇറ്റ്സ് ഓൾ അബൌട്ട് വൈബ്രേഷൻ. ഓക്കെ, നിങ്ങൾ ഇത് നടക്കില്ല എന്നുള്ളൊരു വൈബ്രേഷൻ സെൻഡ് ചെയ്യുന്നു, യൂണിവേഴ്സ് വിൽ ബി ലൈക്ക് അൺകണ്ടീഷണൽ സപ്പോർട്ടായിരിക്കും നിങ്ങൾക്ക് തരാൻ പോകുന്നത്. ഇൻ ദാറ്റ് കേസ് എങ്ങനെയായിരിക്കും അൺകണ്ടീഷണൽ സപ്പോർട്ട് വരുന്നത്? യൂണിവേഴ്സ് നിങ്ങളുടെ അടുത്ത് തന്നെ ലൈക്ക് ഇതൊന്നും എത്തിപ്പെടാൻ പറ്റില്ല, ഈവൻ ഇഫ് യു ട്രൈ ഇറ്റ്സ് നോട്ട് ഗോണ വർക്ക് ഔട്ട് വെരി ഈസിലി, ടഫായിരിക്കും. എന്നാലും നമുക്ക് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും ടഫായിട്ട് ആ ഒരു ജേർണി നിങ്ങൾക്ക് മാറ്റിത്തരും. ഓക്കെ, അതേസമയം വേറൊരു വ്യക്തി വിചാരിക്കുകയാണ് യു ആർ എ ആൻഡ് ദി അതർ പേഴ്സൺ ഇസ് ബി. ബി വിചാരിക്കുകയാണ് ഈ ഗോളിൽ എത്താമെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് സ്ട്രേറ്റ് പാത്ത്, ജസ്റ്റ് ലൈക്ക് ദാറ്റ് എത്താവുന്നതേ ഉള്ളൂ, ഇറ്റ്സ് ഗോണ ബി ഈസി എന്ന് വിചാരിക്കുകയാണെന്ന് വിചാരിച്ചു. അപ്പോൾ പുള്ളിയുടെ അടുത്തുനിന്ന് സക്സസ് വൈബ്രേഷനാണ് ഓൾറെഡി പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ യൂണിവേഴ്സിലേക്ക് വിടുന്നത് ആ ഒരു വൈബ്രേഷനാണ്. ഐ ഓൾറെഡി അച്ചീവ്ഡ് ഇറ്റ് എന്നുള്ളൊരു രീതിയിലാണ് പുള്ളി അതിനെ കാണുന്നത്. അപ്പോൾ യൂണിവേഴ്സ് എന്ത് ചെയ്യും? അപ്പോഴും യൂണിവേഴ്സ് അൺകണ്ടീഷണൽ ആയിട്ടാണ് ആ വ്യക്തിയെ സപ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, നീ ഈസി ആണെന്നാണ് വിചാരിക്കുന്നത്, ഓഫ് കോഴ്സ് ഇത് നിങ്ങൾക്ക് ഈസി ആയിരിക്കും. സി വാട്ട് യു പുട്ട് ഔട്ട് ഇസ് വാട്ട് യു ഗെറ്റ് ബാക്ക്. അപ്പോൾ നമ്മളെങ്ങനെയാണ് ലൈഫിൽ ഇത് അപ്ലൈ ചെയ്യുന്നത്? സോ ഒരു ഡേ ടു ഡേ ലൈഫിൽ നിങ്ങളത് എന്താ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചാൽ ജസ്റ്റ് ഒബ്സർവ് യുവർ തോട്ടിനെ ഒബ്സർവ് ചെയ്യുക. പോസിറ്റീവ് തോട്ടാണോ നിങ്ങൾ തിങ്ക് ചെയ്യുന്നത്, അതോ നെഗറ്റീവ് തോട്ടാണോ നിങ്ങൾ തിങ്ക് ചെയ്യുന്നത്, അതോ ന്യൂട്രൽ ആയിട്ടുള്ള രീതിയിലാണോ കാര്യം പോകുന്നത് എന്നൊക്കെ തിങ്ക് ചെയ്യുക. ഓക്കെ, ഒരു 10,000 തോട്ട്സ് ആയിരിക്കും മിനിറ്റിൽ നിങ്ങളുടെ തലയിലൂടെ കടന്നു പോകുന്നത്. അപ്പോൾ ഈ ഒബ്സർവ് ചെയ്യുക എന്ന് പറയുന്നത് അത്ര ഈസി ഒന്നുമല്ല. പക്ഷേ നിങ്ങൾക്ക് പ്രാക്ടീസിലൂടെ ആ ഒരു ഇതിലേക്ക് എത്താൻ പറ്റും. അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ വളരെ ഡെലിബറേറ്റ് ആയിട്ട് നല്ല കാര്യങ്ങൾ ചിന്തിക്കുക, ഡെലിബറേറ്റ് ആയിട്ട് പോസിറ്റീവിലേക്ക് ഫോക്കസ് ഇടുക. ഓക്കെ, അങ്ങനെ ചെയ്തു വരുമ്പോൾ ഉണ്ടല്ലോ, നിങ്ങൾക്ക് അറിയാതെ നെഗറ്റീവ്സ് നിങ്ങളുടെ വായിലേക്ക് വരുമ്പോൾ നിങ്ങൾ തന്നെ അത് അല്ല ആക്ച്വലി അത് വർക്കൗട്ട് ആകും, അല്ലെങ്കിൽ അത് പോസിറ്റീവായിട്ട് നിങ്ങളത് കൺവേർട്ട് ചെയ്തെടുക്കും. ഓക്കെ, നിങ്ങൾ തന്നെ എൻ്റർടൈൻ ചെയ്യാതെയാവും. ഒരു നെഗറ്റീവ് തോട്ട് പോലും അഫോർഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ലെവലിലേക്ക് നിങ്ങളെത്തും. പ്രാക്ടീസ് ചെയ്താൽ ഉറപ്പായിട്ടും പറ്റും. ലൈക്ക് ഞാൻ നെഗറ്റീവായിട്ട് ഒത്തിരി സംസാരിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്, പക്ഷേ പ്രാക്ടീസ് ചെയ്ത് ഇത് പ്രീച്ച് ചെയ്യുന്ന ലെവലിലേക്ക് എനിക്ക് എത്താൻ പറ്റുമെങ്കിൽ ഐ വാസ് ടോട്ടലി കൺസിസ്റ്റൻറ്റ്. എനിക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ് ആയിട്ട് പറ്റും. ഓക്കെ, സോ ജസ്റ്റ് ട്രൈ ദിസ് ഔട്ട്. പോസിറ്റീവായിട്ട് ഡെലിബറേറ്റ് ആയിട്ട് സംസാരിക്കാം. അത് കഴിഞ്ഞ് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ തോട്ട്സിനെ നിങ്ങൾക്ക് പയ്യെ ഒബ്സർവ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ വൈബ് ഓഫ് ആയിട്ടിരിക്കുമ്പോൾ തന്നെ, അതായത് ഒരു സുഖമില്ല, ഒരു രസമില്ലാന്ന് തോന്നുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ ഇറ്റ്സ് നോട്ട് വർക്കിംഗ് ഔട്ട്, ഐ ഹാവ് ടു ചെക്ക് മൈ തോട്ട്. എന്താണ് ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്, എന്ത് തോട്ടാണ് ഇപ്പോൾ എന്നെ ഈ ഒരു നെഗറ്റീവ് മൈൻഡിലേക്ക് എത്തിച്ചത് എന്നൊക്കെ ഉള്ളൊരു ക്രോസ് ചെക്കിംഗ് നടത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഓക്കെ ഇവിടെയാണ് കറക്ഷൻ വേണ്ടതെന്ന്. ഓക്കെ, അപ്പോൾ സോ ജസ്റ്റ് മേക്ക് ഷുവർ യു ആർ കോൺഷ്യസ് ഇനഫ് ടു നോട്ടീസ് വാട്ട് യു പുട്ട് ഔട്ട് സോ ദാറ്റ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് തന്നെ നിങ്ങൾക്ക് ഗെറ്റ് ബാക്ക് ചെയ്യുമെന്നുള്ളൂ. നിങ്ങളിപ്പോൾ ചിന്തിക്കുന്ന ഒരു കാര്യം നാളെ നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ആയിട്ട് കാണാൻ താല്പര്യം ഇല്ലാത്തൊരു കാര്യമാണെങ്കിൽ don't even think about it, don't even talk that. ഓക്കെ, നിങ്ങൾക്ക് നാളെ അത് മാനിഫെസ്റ്റ് ആയി കാണാൻ ഓക്കെ ആണെങ്കിൽ മാത്രം അങ്ങനെ ഒരു തോട്ടിനെ എൻ്റർടൈൻ ചെയ്യാൻ തന്നെ പാടുള്ളൂ. ഓക്കെ, ഐ ഹോപ്പ് യു ആർ ഗെറ്റിംഗ് മൈ പോയിന്റ്. താങ്ക് യു.